മൂന്നാറിൽ ടൂറിസം വകുപ്പിന്റെ വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാത്തത് സഞ്ചാരികൾക്ക് ദുരിതമാകുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഈ സീസണിൽ തുറക്കുമെന്നായിരുന്നു വാഗ്ദാനം. വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുന്നതിനായി പഴയ മൂന്നാറിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് എന്ന വിശ്രമ കേന്ദ്രമാണ് ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണികൾ പൂർത്തിയായ കെട്ടിടം ഈ സീസണിൽ സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇത് നടപ്പായില്ല. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനുമുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അകാരണമായി കെട്ടിടം അടച്ചിട്ടിരിക്കുന്നത് സ്വകാര്യ ഹോട്ടൽ ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണ് ആരോപണം. ടൂറിസ്റ്റുകൾക്ക് മിതമായ നിരക്കിൽ ഭക്ഷണ സാധനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വില നിശ്ചയിച്ചുകൊണ്ട് വിൽപ്പന നടത്തുക എന്ന സൗകര്യത്തിന് വേണ്ടിയാണ് DTP സെക്രട്ടറി KV ഫ്രാൻസിസ് നടത്തുന്ന ഇടുക്കി ജില്ലയിലെ വിൽപ്പനകൾക്ക് കേരളത്തിന്റെ ടൂറിസം മന്ത്രി KP അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും സ്ഥലം MLA ഉൾപ്പെടെയും എല്ലാം കൂട്ടുനിന്നുകൊണ്ടുള്ള കൂട്ടുകൃഷി കച്ചവടം നടന്നുകൊണ്ടിരിക്കും. മൂന്നാറിൽ കുറഞ്ഞ ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളില്ലെന്ന് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലായിരുന്നു ജില്ലാ ടൂറിസം വകുപ്പ് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 1 കോടിയോളം ചെലവിൽ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കെട്ടിടം തുറന്നുകൊടുക്കാത്തത് സഞ്ചാരികൾക്ക് ഈ സീസണിൽ ദുരിതമാവുകയാണ്. മൂന്നാറിൽ നിന്നും ജെൻസൺ ക്ലമന്റിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.